ഒരുപാട് വെറൈറ്റികളുള്ള ഒരു പ്ലാന്റാണ് മണി പ്ലാന്റുകൾ. മണി പ്ലാന്റിൽ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട്. അതിൽ പെടുന്ന ഒരു ചെടിയാണ് എൻജോയ് പോത്തോസ്. ഇതിനെ മഞ്ജുള പോത്തോസ് എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. പോത്തോസ് എന്നുള്ളത് മണി പ്ലാന്റിൻ്റെയൊക്കെ വേറൊരു നെയിമാണ്. പ്രത്യേകിച്ച് കെയറൊന്നും കൊടുക്കാണ്ട് വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ഈ വെരിഗേറ്റഡ് ആയിട്ടുള്ള എൻജോയ് പോത്തോസ്. നല്ല രീതിയിൽ നമ്മൾ കെയർ കൊടുക്കുകയാണെങ്കിൽ കാലങ്ങളോളം ആരോഗ്യത്തോടെ തന്നെ ഈ ചെടി വളരും. മറ്റ് പ്ലാന്റുകളിൽ നിന്ന് ഈ ചെടിയെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇലകളാണ്. ഇതിൻ്റെ ഇലകൾ കുഞ്ഞി ഇലകളാണ്. ഒരു വലുപ്പത്തിനത്ര അപ്പുറം ഈ ഇലകൾ വലിപ്പം വെക്കാറില്ല. അതുമാത്രമല്ല, ഇതിൻ്റെ ഇലകൾക്ക് ഹാർട്ടിൻ്റെ ഷേപ്പ് കൂടിയാണ് ഉള്ളത്. മറ്റ് മണി പ്ലാന്റുകളെ പോലെ തന്നെ ഒരേ രീതിയിൽ തന്നെ നമുക്കിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനും പറ്റും. ഇൻഡോർ ആയിട്ട് വളർത്തുവാണെങ്കിൽ ഒരു ഷെയ്ഡിൻ്റെ ആവശ്യമുണ്ട്, ചെറിയൊരു വെളിച്ചത്തിൻ്റെ ആവശ്യമുണ്ട്. തണ്ടിൻ്റെ മുട്ടുകളിൽ നിന്നൊക്കെ പല സ്ഥലത്തോട്ടായിട്ട് റൂട്ടുകളുണ്ടാവും. ആ റൂട്ട് തണ്ടോടെ തന്നെ മുറിച്ച് മാറ്റി നമുക്ക് നേരിട്ട് തന്നെ മണ്ണിൽ നട്ടുപിടിപ്പിക്കാം. പോത്തോസിനെ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഭിത്തിയിൽ വളർത്താനും ഒക്കെ പറ്റും. ഇൻഡോറായിട്ട് വളർത്തുവാണെങ്കിൽ ഒരു ഷെയ്ഡിൻ്റെ ആവശ്യമുണ്ട്, ചെറിയൊരു വെളിച്ചത്തിൻ്റെ ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മണി പ്ലാന്റുകൾ ഏതിരുട്ടത്ത് വെച്ചാലും ഏത് ഇരുട്ടുള്ള റൂമിൽ വെച്ചാലും നന്നായിട്ട് തന്നെ വളരും.